വിദ്വാനെല്ലാം പോയി. രാവിലെ എണീറ്റപ്പോൾ കാണുന്നത് ചാച്ചുവിനെ ആദ്യം തന്നെ കാണുന്നത്. ഇതാണ് ചാച്ചു, ഞങ്ങളെ പ്രോപ്പർട്ടിൻ്റെ ഓണർ. അദ്ദേഹത്തിൻ്റെ പഴയ വീടാണ് കർമ്മ. അദ്ദേഹത്തിൻ്റെ തറവാട് അയാൾ അച്ഛനുണ്ടാക്കിയതാവും. അണ്ണൻ സ്മോളൊക്കെ അടിക്കാൻ വേണ്ടിയല്ല ഓയിൽ സെറ്റ് ചെയ്തതാണ്. ഓയിലൊക്കെ ഒഴിച്ച് മെഷീനൊക്കെ സെറ്റാക്കി കൊണ്ട് നിൽക്കണം. അപ്പോഴാണ് ഞാൻ അറിയുന്നത് വുഡ് കളക്ട് ചെയ്യാൻ പോവാണെന്ന്. ബോസ് പിന്നെ ഷൂ ഒക്കെ ഇട്ട് പട്ടാളം സെറ്റാകുന്ന പോലെ പട്ടാളക്കാരൻ റെഡിയായിട്ട്, ഞാനപ്പം പല്ലും തേച്ചില്ല, ഒന്നും ആയില്ല. എണീറ്റ് വരുന്ന സമയമാണ്. പിന്നെ ഇതാണ് ഷൂട്ടർ ഇന്നലെ കൊണ്ടുപോകാത്ത ദേഷ്യം ഉണ്ട് ആൾക്കാർ. പിന്നെ എങ്ങനെയായാലും ഞാൻ ഉണ്ടാവും എന്നുള്ള മൂടിലാണ്. 19, 20 അങ്ങനെ അടി തുടങ്ങി. ഞാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് എണീക്കാനുള്ളൊക്കെ ഇതായതുകൊണ്ട് ഞാനും റാഷിയും ഹുസൈനും കൂടെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞ്. കാരണം അവർക്ക് ഓൾറെഡി ഇവിടെ വുഡ് കളക്ട് ചെയ്തിട്ട് കട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ആ സമയം അതുവരെ നിങ്ങൾക്ക് സമയമുണ്ട്. 1-2 മണിക്കൂർ ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ടാണ് അവരുടെ അടുത്തേക്ക് പോകുന്നത്. ആ കാണുന്ന അടുത്താണ് അലക്സും അഷറും ഉള്ളത്. അവർ ഈ ഞങ്ങൾ വരുന്ന റൂട്ടിലല്ല വന്നിട്ടുള്ളത്. അവർ കാരണം ഇവിടുന്ന് റിവർ ഞങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. അവർ ഓൾറെഡി അതിൻ്റെ താഴെത്തുന്ന തന്നെ റിവർ ക്രോസ് ചെയ്തിട്ട് അപ്പുറം വഴിയാണ് അവർ പോയിട്ടുള്ളത്. കാരണം അവിടെയാണ് ഇവിടെയുള്ള വുഡൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള വുഡുകളൊക്കെ റിവർ ക്രോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ വേറെ റൂട്ടിലൂടെ ആയിരുന്നു അവർ പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ റൂട്ടിലാണുള്ളത്. ഞങ്ങൾക്ക് ഈ എങ്ങനെ പറയുന്നത് വെച്ചാൽ അവർ വന്ന റൂട്ടിൽ വുഡ് അങ്ങോട്ട് തിരിച്ചു കർമ്മയിലേക്ക് എത്തിക്കാനും ഡബിൾ ടാസ്ക് ആയതുകൊണ്ട് തന്നെ റിവർ ക്രോസ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് സിമ്പിളായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ റിവർ ക്രോസ് ചെയ്തിട്ട് വുഡ് മൊത്തം റിവർ ക്രോസ് ചെയ്യിപ്പിക്കണം. ഷൂട്ടർ രാവിലെ തന്നെ അവരെ കൂടെയാണ് പോയിരുന്നത്. ഷൂട്ടർ ഞങ്ങളെ കണ്ട സ്ഥിതിക്ക് ഷൂട്ടറിന് ഞങ്ങളൊന്ന് കാണണം. ഞങ്ങളൊന്ന് കാലൊക്കെ ഒന്ന് മണക്കണം. ഞാനൊക്കെ അല്ലെങ്കിൽ ഹുസൈനൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം, ഓനെ തലോടണം, ഓനൊന്ന് സ്നേഹിക്കണം. അതിന് വേണ്ടി ഞങ്ങളെ കണ്ടോടണം, അവനക്ക് ഞങ്ങളെടുത്തോട്ട് വരണം. പല വൈക്കും നോക്കുന്നുണ്ട് റിവർ ക്രോസ് ചെയ്യാൻ. പക്ഷേ അവിടെ റിവർ ക്രോസ് ചെയ്യാൻ ടാസ്ക് ആയിരുന്നു. നല്ല ഒഴുക്കായിരുന്നു. അവനക്ക് എങ്ങനെയെങ്കിലും കടക്കണം. അതാണിപ്പോൾ ഞങ്ങളെ കണ്ടേക്കുള്ള അവൻ്റെ മൂഡ്. അതിനവന് ഓരോ മാർഗം നോക്കുന്നുണ്ട്. അവൻ പോകുന്ന വഴിയിലൊക്കെ അവനക്ക് അറിയാം എന്തായാലും വള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അവൻ്റെ എത്താണ്, ഞാൻ എന്തായാലും തിരിച്ചിങ്ങോട്ട് എത്തൂല എന്ന് അവനക്കറിയാം. അപ്പോൾ അവൻ ഓരോ മാർഗം നോക്കുകയാണ്, എങ്ങനെയെങ്കിലും ഞങ്ങളടുത്ത് എത്തണം. കളക്ട് ചെയ്ത വുഡ് കെട്ടി വലിക്കാൻ വേണ്ടിയാണ് കയർ ഉപയോഗിക്കുന്നത്. അവിടുന്ന് നല്ലൊരു സ്ഥലത്ത് എത്തിച്ചിട്ട് അവിടുന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയാണ്. വലിയ വുഡൊന്നും നമുക്ക് റിവർ ക്രോസ് ചെയ്യിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ ക്രോസുകളില്ല. അതുകൊണ്ട് തന്നെ ഷൂട്ട് റിവർ ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി പല വഴി നോക്കുമ്പോഴും എനിക്കൊരു പേടിയുണ്ട്. പഹനെങ്ങാനും ചാടിക്കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടത്തില്ല. ഓനറിയാം ഞാനെങ്ങാനും ചാടിയത് പാറയിലല്ല നേരെ വെള്ളത്തിലോട്ടാണെങ്കിൽ അവനും പോകുന്ന ഷൂട്ടറിനും അറിയാം. പക്ഷേ പല വിധത്തിൽ അതിനെ ആട്ടി അങ്ങോട്ടന്നെ ഓടിപ്പിച്ച് ഇങ്ങോട്ട് വരണ്ട എന്ന് ഞങ്ങൾ പല പ്രാവശ്യം കൊണ്ട് പറയുന്നുണ്ട്. അവനൊന്നും കേൾക്കുന്നില്ല. ടാസ്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല, കാണുമ്പോൾ അങ്ങനെ സിമ്പിളായിട്ടൊക്കെ തോന്നുമെങ്കിലും സംഭവം ടാസ്ക് പറഞ്ഞാൽ വെരി ടാസ്ക് തന്നെയാണ്. ഈ വുഡ് കളക്ട് ചെയ്യുന്നപ്പോൾ വിൻ്ററാണ്. ഇതുവരെയായിട്ടും സ്നോഫാൾ വന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇന്നും ഇവിടെ നിന്ന് വുഡ് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓൾറെഡി സ്നോഫാൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, ഇവിടെ നിന്ന് വുഡ് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഓർമ്മ ഉണ്ട് 2 വർഷം മുന്നേ എൻ്റെ ഫസ്റ്റത്തെ വിൻ്റർ ദോഷമുണ്ടായ സമയത്ത് അലക്സിന് ഫസ്റ്റ് വിൻ്റർ ആയിരുന്നു. അവർ 1.5-2 മാസം വിൻ്ററിനെ പ്രതിരോധിക്കാൻ വേണ്ടി 2-3 മാസത്തോളം വുഡ് കളക്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 സ്നോഫാളിനെ കിട്ടിയുള്ളായിരുന്നു. 3ാമത്തെ സ്നോഫാൾ വന്നപ്പോഴേക്കും വുഡെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നൈറ്റ് ഒരു കിടക്കണം അല്ലെങ്കിൽ റൂമിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നൈറ്റ് നമുക്ക് അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും വുഡ് വേണം. വുഡ് ഇല്ലാണ്ട് നോ രക്ഷ. തന്തൂർ ഫുൾ ടൈം ഓണായിട്ട് ഇങ്ങനെ കത്തി നിൽക്കണം. അല്ലാണ്ട്
വേറെ മാർഗ്ഗമൊന്നുമില്ല. അല്ലെങ്കിൽ തണുത്ത് ചത്തു പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് തന്നെ ഒരു 2 മണി 3 മണി വരെയൊക്കെ ഇങ്ങനെ തന്തൂർ കത്തും. അത് കത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു അവസാനം തന്തൂർ കെട്ടിട്ട് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുന്നേ തന്തൂർ കെട്ടുകയാണെങ്കിൽ തന്തൂർ കെട്ടുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റത്തില്ല. തന്തൂർ കെടുന്നതിൻ്റെ മുന്നേ നമ്മൾ ഉറങ്ങിക്കൊള്ളണം എന്നുള്ളതാണ് അവിടുത്തെ വിൻ്ററിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഈ തന്തൂർ കെട്ട് കഴിഞ്ഞാൽ അത് കത്തിക്കാനും ഒരു സിസ്റ്റമാറ്റിക് ആണ്, ഒരു ടെക്നോളജിക്കലി ലെവലാണ്. എനിക്കത് കത്തിക്കാനൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് നല്ല അലക്സ് കത്തിക്കും. അതേപോലെ അന്ന് അഞ്ചുണ്ടായിരുന്നു. അഞ്ചും കത്തിക്കും. 5 കത്തി 1/2 മണിക്കൂർ അതിൻ്റെ തന്തൂർ കത്തുക. രാവിലെ 5 എണീറ്റിട്ട് തന്തൂർ കത്തിക്കുന്ന കേട്ടിട്ടാണ് ഞാൻ എണീക്കാറ്. രാവിലെ 5 എണീറ്റ് തന്തൂർ കത്തിച്ച് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കത്തിച്ചിട്ട് 5 ബാത്റൂമിലോട്ട് പോകും. അങ്ങനെ ബാത്റൂമിൽ നിന്ന് വെള്ളമൊക്കെ തട്ടി തണുത്ത് കുണ്ടി ഐസാകുമ്പോൾ കുണ്ടി ചൂടാക്കാൻ വേണ്ടിയാണ് കത്തിച്ചിട്ട് പോകുന്നത്. 5-6 മണിക്കൂർ വെച്ച് കത്തിച്ചിട്ട് ബാത്റൂം പോയി തിരിച്ചു വരുമ്പോൾ തന്തൂർ കെട്ടിട്ടുണ്ടാവും. ഇതാണ് ഞാൻ എന്നും അന്ന് കണ്ടിരുന്ന മോർണിംഗിൻ്റെ അവസ്ഥ. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും 1/2 മണിക്കൂർ വെച്ച് കത്തിക്കും. അപ്പോഴേക്കും അലക്സ് വരും. അപ്പോഴേക്കും പിന്നെ അപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ ഞങ്ങൾക്ക് വേസ്റ്റ് ആയിട്ടുണ്ടാവും തന്തൂർ കത്തിക്കാൻ വേണ്ടി. അങ്ങനെ അന്ന് 2 മാസം കളക്ട് ചെയ്ത വുഡ് ഞങ്ങൾക്ക് 2-3 സ്നോഫാളിന് ശരിക്കും കിട്ടി. അവസാനം വുഡ് ഗ്യാസ് തീർന്നു. ഞങ്ങൾ അന്ന് 2 വർഷം മുന്നെയാണ് ഗ്യാസ് തീർന്നിട്ട് അങ്ങനെ കിച്ചണിലൊന്നും പോയി ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. തണുപ്പ് കൂടി അൺസൈക്കബിൾ ആയിരുന്നു. അങ്ങനെ അപ്പുറത്തുള്ള അന്ന് കറണ്ടില്ല. അന്ന് ദോഷ് വില്ലേജിൽ കറണ്ടില്ല. ദോഷ് വില്ലേജിൽ നല്ല കുജും നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ കറണ്ടില്ലായിരുന്നു. സോ അവിടുത്തെ ട്രാൻസ്ഫോമർ അടിച്ചു പോയിട്ട് വൈദ്യുതി ഇല്ലായിരുന്നു. ഞാൻ അത് റെഡി ആവണമെങ്കിൽ 3 മാസം എടുക്കും. മൊത്തം മഞ്ഞ് ഇല്ലാണ്ടായി പോയതിന് ശേഷം മാത്രമേ അവിടെ വൈദ്യുതി വരത്തുള്ളൂ. അങ്ങനെ ഗ്യാസ് തീർന്ന സ്ഥിതിക്ക് സർവൈവിങ് ഭയങ്കര ടാസ്ക്കായി. വീണ്ടും ഷൂട്ടർ നമ്മളടുത്തേക്ക് തന്നെ വരാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. അതിനെങ്ങനെയെങ്കിലും നമ്മളെടുത്തെത്തണം. അങ്ങനെ ഇപ്പം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അവനെങ്ങാനും ചാടിയതെങ്ങാനും തെറ്റിക്കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലോട്ടാണ്. പക്ഷെ അവനക്ക് ഞങ്ങളെ കണ്ടിട്ട് ഇങ്ങോട്ട് വരണം. അങ്ങനെ അന്ന് ഗ്യാസ് തീർന്നു. ഇപ്പം അവൻ ഏതിൻ്റെ ഉള്ളിലൊക്കെ പോയേ? ഗ്യാസ് തീർന്ന് എന്നിട്ട് തന്തൂരിൽ 3 ഓളിലുണ്ടാവും. ആ ഓളിൽ വെച്ചിട്ട് തന്നെ തന്തൂർ ഫുൾ ടൈം കത്തിച്ചിരിക്കുകയായിരുന്നു. ആ ഓളിൽ വെച്ച് തന്നെയായിരുന്നു ഫുഡ് ഉണ്ടാക്കിയിരുന്നത്. അപ്പുറത്തുണ്ടായിരുന്ന നമ്മളടുത്തുണ്ടായിരുന്ന കഫേ ഹിമാലയൻ ഷെപ്പേർഡ് എന്ന് പറഞ്ഞ കഫേയിൽ നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് മീറ്റായൊരു വലിയൊരു മനുഷ്യനുണ്ടായിരുന്നു. ചേതൻ, ബാംഗ്ലൂർക്കാരനാണ്. 8-10 വർഷങ്ങളായിട്ട് ഹിമാചലിൽ തന്നെ ഉണ്ട്. വലിയ പുള്ളിയാണ്. NSS അങ്ങനെയൊക്കെ ആയിട്ട് മിലിറ്ററി ഇതൊക്കെ കഴിഞ്ഞ ആളാണ്. ചാടിയോ അവന്? എവിടെ? അവിടെ ഉണ്ട്. അങ്ങനെ ആ പുള്ളിക്കാരുണ്ടായിരുന്നുകൊണ്ട് പുള്ളിക്കാരനും ഞാനും അന്ന് ഇർഫാനും ഉണ്ടായിരുന്നു. ഇർഫാനും ഞാനും അലക്സും പുള്ളിക്കാരനും മാത്രമായിരുന്നു ചേതൻ. ഇർഫാൻ അത് വേറെ തന്നെ മനുഷ്യനാണ്. ഇർഫാനെ കുറിച്ച് ഞാൻ വീണ്ടും പറയും. ഇർഫാൻ ഒരു സ്വന്തമായിട്ടൊരു ട്രാവൽസ് പാക്കേജും ട്രാവലൊക്കെ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അവൻ്റെ ആണ് ട്രാവൽ ഓർബിലേക്ക് എന്ന് പറഞ്ഞ പേജ്. അത് നമുക്ക് ഇവിടെ പരിചയപ്പെടുത്താം, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന. വീണ പാവല്ലോ കവിത രക്ഷപ്പെട്ടു കേട്ടോ. എറിഞ്ഞ ആട്ടന്നെ വേണം. ചാടല്ലേ എന്ന് പറയുന്നുണ്ട്. നല്ല പേടിയുണ്ട്. ഡാർക്ക് സീനാ. അങ്ങനെ അന്ന് തന്തൂരിൽ വെച്ചായിരുന്നു ഫുഡ് ഉണ്ടാക്കി. തന്തൂരിൽ വെച്ച് ഫുഡ് ഉണ്ടാക്കാൻ എന്തായാലും തന്തൂർ കത്തിക്കാൻ വെറുകുവാണ്. അപ്പോൾ ആ കത്തിക്കുന്ന സമയത്ത് ആ ചൂട് തന്നെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് അതിൻ്റെ റൂമിൽ തന്നെ ഉള്ളിൽ തന്നെ പുറത്തിറങ്ങാൻ പറ്റാണ്ടിരുന്ന് അന്ന് എനിക്കുണ്ടായ ഒരു രാത്രിയിൽ ഞാൻ മൂത്രമൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ആകാശത്ത് നോക്കിയപ്പോൾ ചന്ദ്രന് ചുറ്റൊരു വലിയൊരു റൗണ്ട്. എനിക്കൊരു കൗതുകം തോന്നി. ഞാനെല്ലാവരും വിളിച്ചു, നോക്കെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ചേതൻ വന്നിട്ട് പറഞ്ഞു, മോനെ 7 ദിവസം കണ്ടിന്യൂസ് സ്നോഫാളാണ്,
ഒന്നും പേടിക്കണ്ടായിരുന്നു. ഇനി ഉള്ള വുഡ് കളക്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ അടുത്തുള്ള വുഡെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേതൻ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് കാഫെ അവിടെ ഓഫാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ചേതൻ കളക്ട് ചെയ്ത ഫുഡും ചേതൻ ഡെയിലി രാത്രിയും പകലൊക്കെ ആയിട്ട് ഒറ്റ വുഡ് ഒറ്റയ്ക്ക് ആളിങ്ങനെ ഏറ്റിട്ട് വരും. അങ്ങനെ അതും കൊണ്ടുവന്നത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റുള്ള വുഡും കളക്ട് ചെയ്ത് വെച്ചു. ആ യൂസായിരുന്നു ലൈഫിൽ എക്സ്ട്രീംലി സർവൈവിങ്. അങ്ങനെ ആ ദിവസം ഞങ്ങൾ ആ ഇരിപ്പായിരുന്നു. അതിനുള്ളിൽ തന്നെ ആയിരുന്നു. പുറത്തിറങ്ങി മൂത്രമൊഴിക്കാനും ബാത്റൂം പോകാനും അല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു. അന്ന് അലക്സും ഫസ്റ്റ് ഇറങ്ങി. വുഡില്ല. അന്ന് ഞാൻ അവിടെ അടുത്തുള്ള കുറച്ച് താഴോട്ട് പോയൊരു ഡാമുണ്ട്. ഡാമിൽ കറണ്ട് ഉണ്ട്. ഡാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈദ്യുതി എന്താ പറയുക എടുത്ത് വെച്ചിട്ട് അങ്ങനെ പറയുമല്ലോ, വൈദ്യുതി ക്രോഡീകരിച്ചിട്ട് ഓരോ സ്റ്റേറ്റിന് ട്രാൻസ്ഫോമറായിട്ട് കൊടുക്കുന്ന ഒരു പ്രൈവറ്റ് കമ്പനികളുടെ ഡാമാണത്. അപ്പോൾ ആ ഡാമിൽ കറണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഡാമിലോട്ട് പോയിട്ട് ഞാനും ഇർഫാനും കൂടെ ഡാമിലൊക്കെ പോയിട്ടാണ് അന്ന് ഫോൺ ചാർജ് ചെയ്തും പിന്നെ ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഫോണിട്ടും പവർ ബാങ്കൊക്കെ എടുത്തിട്ട് ഞാൻ ചില മിക്ക ദിവസങ്ങളിലും രാവിലെ ഒരു ഉച്ചന് ശേഷമൊക്കെ ബർഷയിലോട്ട് നടക്കും. ആ മഞ്ഞിലൂടെ ഒരു 4-5 കിലോമീറ്റർ ഞാൻ നടന്ന് ബർഷേനിൽ പോയി. ബർഷേനിലൊരു കഫേ പോയി ചാർജ് ചെയ്ത് 2 മണിക്കൂറോടെ ഹാങ്ങൗട്ട് ചെയ്ത് തിരിച്ച് കർമ്മയിലോട്ട് തന്നെ വരും. 4-5 കിലോമീറ്റർ നടന്നിട്ട് ഒരു സമയത്ത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ടായിട്ടുണ്ട്. സ്നോഫാൾ അടിച്ചിട്ട് പെട്ടെന്ന് വരുന്ന സ്നോഫാൾ, പ്രതീക്ഷിക്കാത്തൊരു സ്നോഫാൾ അടിച്ചു. അന്ന് ഞാൻ സെറ്റ് അല്ലായിരുന്നു. ഷൂ ഒരു ക്ലോത്തിൻ്റെ ഷൂ ആയിരുന്നു. ശരിയായ ഷൂ അന്ന് എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴാണ് സ്നോഫാൾ വന്നത്. ഞാനൊരു ടീമിന് അങ്ങ് താഴെ കൊണ്ടുപോക്കാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ സ്നോഫാൾ അടിച്ചിട്ട് ഐസായി. എനിക്കൊരു ആ ഷൂ മൊത്തം നനഞ്ഞു. എനിക്ക് എന്തായാലും തിരിച്ച് ടോഷിലെത്താൻ പറ്റത്തില്ല, കർമ്മയിലെത്താൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആ കഫേയിൽ റബ്ബർ ഷൂ ഉണ്ട്. ആ റബ്ബർ ഷൂ ഞാൻ റെൻറ്റിനെടുത്തിട്ട് ഞാൻ തിരിച്ചു വന്നത്. റെൻറ്റിനെടുത്തിട്ട് ആ റബ്ബർ ഷൂ ഇതുവരെ കൊടുത്തില്ല. കാരണം അതിൻ്റെ റെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് 5-6 ഷൂ അങ്ങനത്തെ പൈസ കൊടുക്കേണ്ടി വരും. ഞാൻ ആ ഒരു ക്ലോത്തിൻ്റെ ഷൂ അവിടെ കൊടുത്തിട്ട് റബ്ബർ ഷൂ തിരിച്ച് ഏൽപ്പിക്കാണ്ടാണ്. റബ്ബർ ഷൂ ആയിരുന്നു പിന്നെ കാശ്മീരിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ വുഡ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് എത്തിക്കാനുള്ള വർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. റാഷി കടം വലിക്ക് പിടിക്കുന്ന പോലെ പിടിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ റാഷിയൊക്കെ അങ്ങോട്ട് വെള്ളത്തിലോട്ട് വീഴുമോ എന്നൊരു പേടി എനിക്കുണ്ട്. റാഷി അതെനിക്ക് പ്രശ്നമില്ല, അതിന് വെള്ളത്തിൽ പോകില്ല എന്നുള്ളത്, ഒരു മരം പോലെ ഇവിടെ നിൽക്കുന്നുള്ളത്. ഞാനാണെങ്കിൽ എന്തായാലും എൻ്റെ കൂടെ പോകുന്നൊരു പേടിയിലുണ്ട്. ഫസ്റ്റ് ഞാൻ നിന്നില്ല. റോപ്പ് അങ്ങോട്ട് എറിഞ്ഞെടുത്തിട്ട് അവിടെ കെട്ടിയിട്ട് വേണം വെള്ളത്തിലൂടെ വലിക്കണം. ഈ ഒഴുക്ക് പെട്ടെന്ന് വലിക്കണം, ഇല്ലാണ്ടെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കിപ്പെട്ട് ആ റോക്കിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഒഴുക്കിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ വുഡ് കിട്ടത്തില്ല. റോപ്പൊക്കെ സീനാണ്, ഡാർക്കാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നല്ല ഒഴുക്ക് പറഞ്ഞാൽ കിഡില ഒഴുക്കാം. ഹുസൈൻ അതുമേലും കയറി നിൽക്കുന്നുണ്ട്. ഫണ്ട് ഇവിടെ നിന്ന് എറിഞ്ഞാൽ എത്താത്തതുകൊണ്ടാണ് അപ്പാറയെ പോയി കയറിയിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് എറിഞ്ഞ് അങ്ങോട്ട് എന്തായാലും എത്തൂല. ബോസ് റെഡിയാണ്, ബോസ് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഷൂട്ടറാണ് അവിടെ. ഞങ്ങളിവിടെ 3 പേര്, അവിടെ 3 പേര്. ഒന്ന് ഷൂട്ടറാണ്, ഒന്ന് അലക്സും അഷറും ഷൂട്ടറും. ഇവിടെ ഞാനും റാഷിയും ഹുസൈനും. ഷൂട്ടറിന് എന്തായിരുന്നു, ഓന് കിട്ടണം. നമ്മൾ എടുക്കുന്നതിന് മുന്നേ ഓൻ ആ കയറി റോപ്പ് എടുക്കണം, ഓൻക്ക് കെട്ടണം. ആ മൂഡാണ്. നമ്മളെക്കാൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള മൈൻഡിലാണ് ഷൂട്ടറുള്ളത്. അങ്ങോട്ട് എത്തുന്നില്ല, ടാസ്ക് ആയിരുന്നു. ഹുസൈൻ എങ്ങനെ കാല് തെറ്റി കഴിഞ്ഞ വെള്ളത്തിലും നല്ല പിന്നെ അങ്ങോട്ട് പോയി താഴോട്ട്. ഇവിടെ കുറച്ച് ഹൈറ്റാണ് താഴോട്ട്, അത് കുറച്ചുകൂടി വേഗം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല അടിയിലോട്ട് ഒറ്റ ഒഴിക്കുക. അങ്ങോട്ട് ഒഴിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഡെത്താ, സംശയമൊന്നും അക്കാര്യത്തിലില്ല. കിട്ടി. വെള്ളത്തിൻ്റെ ഫോഴ്സ്, വെള്ളത്തിൻ്റെ പ്രഷർ എനിക്ക് ഇവിടെ കാണാൻ കാണിച്ച വെള്ളത്തിൻ്റെ പ്രഷർ കണ്ടോളും. ഇത് മുകളിൽ നിന്നുള്ളതാണ്. ഇവിടുന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ലോണം താഴോട്ടാണ്. ഇത് മേലിന് വരുന്ന പ്രഷർ നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നുണ്ട്.
ബേസല്ല, വലിയ ബേസാണ്, അതൊന്ന് വലിച്ചും കത്തിക്കാൻ പറഞ്ഞാൽ നമ്മളതിൻ്റെ കൂടെ വലിയ പോകുന്നല്ലാണ്ട് യാതൊരു സംശയമില്ല. ഇതാണ് വെള്ളത്തിൻ്റെ ഫോസിൽ. ഈ ഫോസിലാണ് വെള്ളം വരുന്നത്. ഇതിൽ പെട്ടു കഴിഞ്ഞാൽ താഴെ ഇതിൽ വീണ് കഴിഞ്ഞാൽ താഴോട്ടാണെങ്കിൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യത കുറച്ച് ടാസ്ക്കാണ്. രക്ഷപ്പെടാൻ പറ്റില്ല എന്നല്ല, രക്ഷപ്പെടാം. അത് മറ്റാണെന്നുള്ള സെറ്റായിട്ട് നിൽക്കുക. ഇനി വലിക്കാനുള്ള മൂട്ടിലാണ്. ഇതുവരെ എനിക്ക് വലിക്കാൻ പറ്റിയിട്ടില്ല. അത് വലിച്ച് കയറ്റണം എന്നുള്ളതിലാണുള്ളത്. ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് റബ്ബേ ഈ ഒഴുക്കിൽ വെള്ളത്തിൽ നിന്ന് എങ്ങനെയാണ് വലിച്ച് കയറ്റുക എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോയിൽ ബാക്കി കാണിക്കാം. ഇത് ഞാനിവിടെ നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം കാണിക്കണം.